ശരീഅത്ത് എന്ന വാക്കിൻ്റെ സാരം റൂൾ, നിയമം എന്നാണ്. ഇസ്ലാമികമായ റൂൾ പ്രകാരം ഒരു രാഷ്ട്രം നിലവിൽ വന്നാൽ അവിടെ പ്രഥമമായ സർവീസ് സിവിൽ സർവീസായിരിക്കും. രണ്ടാമതായി വരുന്ന സർവീസ് പീനൽ സർവീസ് ആയിരിക്കും. പീനൽ സർവീസ് ഉണ്ടാകണമെങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിലേ അത് വരുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ ശരീഅത്ത് ഭരണത്തിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുക സിവിൽ സർവീസാണ്. എന്താണ് സിവിൽ സർവീസ് ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഇസ്ലാമിക ഭരണകൂടം ആ രാജ്യത്തെ പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുക എന്നതാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വായു, ശുദ്ധവായു, ശുദ്ധജലം, വെളിച്ചം, പാചകവാതകം, മെഡിസിൻ, നാണം മറക്കാനുള്ള വസ്ത്രം, ശീതോഷ്ണ കാലാവസ്ഥക്കനുസൃതമായ ഡ്രസ്സ്, പുതപ്പ്, ഇതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളാണ്. അത് പൗരന് ഉറപ്പുവരുത്തുക എന്നതാണ് ശരീഅത്ത് ഭരണകൂടത്തിൻ്റെ പ്രഥമമായ ചുമതല. ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ മേഖലയിൽ രണ്ട് സ്രോതസ്സ് ചലനാത്മകമായിരിക്കും. ഒരു സ്രോതസ്സ് ട്രഷറിയാണ്, ബൈത്തുൽ മാൽ. രണ്ടാമത്തെ സ്രോതസ്സ് മയാസിറുൽ മുസ്ലിമീൻ. ഒരു വർഷം തനിക്കും തൻ്റെ ഭാര്യ കുട്ടികൾക്കും ജീവിക്കാൻ ആവശ്യമാകുന്ന ആസ്തി എത്രയോ അതിൻ്റെ എബവ് ഓണർഷിപ്പുള്ളവർ. ഇതാണ് മയാസിറുൽ മുസ്ലിമീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ രണ്ട് സ്രോതസ്സുകൾ 24 മണിക്കൂറും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അപ്പോൾ നിർവഹിക്കുക എന്നതാണ് സിവിൽ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാചകവാതകം വരെ ഈ കൂട്ടത്തിൽ എണ്ണുന്നു. കാരണം മനുഷ്യൻ്റെ ജീവിതം സംഗതിവശാൽ പട്ടണ കേന്ദ്രീകൃതമാകുമ്പോൾ അവിടെ പാചകവാതകമല്ലാതെ ആഹാരം കഴിക്കാൻ വേറെ മാർഗമില്ല. മനുഷ്യൻ വികേന്ദ്രീകരിക്കുമ്പോൾ അവന് വിറക് ലഭിക്കും. എന്നാൽ ഫ്ലാറ്റ് സംസ്കാരം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ വിറക് അന്യമാകും,
പാചകവാതകം കടന്നു വരികയും ചെയ്യും. അതിൻ്റെ വാതായനങ്ങൾ, അതിൻ്റെ കവാടങ്ങൾ ഇസ്ലാമിക സ്റ്റേറ്റിൽ ഓപ്പനായിരിക്കുന്നത്. തുഫയിലെ 6-ാം വാള്യം 341 ഇങ്ങനെ ഒരു ഇബാറത്ത് കാണാം: വൈന്നമാ ജാസ ലി കാഫിരിൻ മഅസൂമി നഹു തിത്വാബിൻ വസ്തിയാദിൻ ബിദ്ദാരിന ലിഗലബത്തിൽ മുസാമഹത്തി ബിദാലിക്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ വ്യക്തി, അദ്ദേഹം അമുസ്ലിമാണ് എങ്കിലും അദ്ദേഹം മഅസൂമാണ്. ഒരു അമുസ്ലിമായ പൗരൻ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അയാൾ മഅസൂമായി മാറുന്നത്, അഥവാ പൂർണ്ണ സുരക്ഷിതൻ, സ്വന്തം ശരീരത്തിനും തൻ്റെ സ്വത്തിനും അഭിമാനത്തിനും ക്ഷതമേൽക്കാത്ത പരിരക്ഷിതൻ, അതാണ് മഅസൂം. അതായി മാറുന്നത് ഒന്നുകിൽ അദ്ദേഹം ദിമ്മി എന്ന് പറയുന്ന ഒരു കാർഡ് കൈവശപ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുസ്തഅ്മൻ എന്ന പേരിൽ ഒരു കാർഡ് കയ്യിൽ വെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അയാൾ മുആഹിദ് എന്ന് പറയുന്ന ഒരു കാർഡ് കയ്യിൽ വെക്കുമ്പോഴാണ്. ഇത്തരം കാർഡുകളുമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ കഴിയുന്ന വ്യക്തി, അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഇഹ്തിത്വാബ് അനുവദനീയമായത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം പറയുന്നത് ലിഗലബത്തിൽ മുസാമഹത്തി ബിദാലിക എന്ന്. ഉദാരവൽക്കരണം ആ വിഷയത്തിൽ വേണം, ഉണ്ട്. അതാണ് പാരമ്പര്യം എന്നതുകൊണ്ട്. ഇഹ്തിത്വാബ് എന്ന് പറഞ്ഞാൽ പഴയ ചിത്രമാണ്. അത് അദ്ദേഹത്തിന് അവകാശമാണ്. എവിടെയും നടന്നുകൊണ്ട് വിറക് ശേഖരിക്കുക എന്നർത്ഥം. അപ്പോൾ അതിന് അദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യവും പരിരക്ഷയും ചെയ്തു കൊടുക്കൽ നമുക്ക് ബാധ്യതയെ. അദ്ദേഹത്തിന് അനുവദനീയമായത് അതിൻ്റെ വാതിൽ തുറന്നു വെക്കൽ, മുസാമഹത്ത്. ഇന്ന് ആ സ്ഥാനത്ത് എന്തിൻ്റെ വാതായനമാണ് തുറന്നു വെക്കുക? ഇഹ്തിത്വാബിൻ്റെ പകരം നിൽക്കുന്നതാണ് പ്രകൃതിവാതകം, പാചകവാതകം എന്ന് പറയും. ഇസ്ലാമിക് എമിറേറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏതെല്ലാം തടാകങ്ങളുണ്ടോ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന കടലോരങ്ങളുണ്ടോ, അവിടെ സ്വതന്ത്രമായ മത്സ്യബന്ധനത്തിന് ഈ അവിശ്വാസിയായ അഥവാ അമുസ്ലിമായ മനുഷ്യന് പൂർണ്ണ അനുമതിയാണ്. അദ്ദേഹത്തിന് അതിൽ പരിരക്ഷ നൽകുകയും ചെയ്തേ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ട കാര്യത്തിന് പരിരക്ഷ നൽകണം. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ അത് പൗരന്മാർക്ക് ഉറപ്പുവരുത്തുക എന്ന സിവിൽ സർവീസാണ്. മറ്റൊരു സർവീസ് ഗതാഗതമാണ്. സ്വതന്ത്രമായ സഞ്ചാരം അത് ഇസ്ലാമിക സ്റ്റേറ്റിലെ അന്തേവാസിയായ 3 കാർഡുകളെടുത്ത അമുസ്ലിമിനും, അവനെ നമുക്ക് മുസാലിം എന്ന് വിളിക്കാം സൗകര്യത്തിന്, പിന്നെ മുസ്ലിമിനും എന്താണ്
സുഗമമാക്കി വെക്കേണ്ടത് മംഫഅത്തു ശാരിയിൽ മുറൂറു ലിഅന്നഹു ഉളിഴല, സഞ്ചാര സ്വാതന്ത്ര്യം, യാത്രാ സ്വാതന്ത്ര്യം, റോഡ്, റെയിൽ, യാനങ്ങൾ, ഇവയെ എന്തിനു വേണ്ടി ഈ വേദികൾ ഉളിയ, അതിൻ്റെ കിടപ്പ് തന്നെ, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് തന്നെ ലക്ഷ്യം അത് പൂർണ്ണമായ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അതിന് ഒരു പൗരനും ഒരിക്കലും തടസ്സമുണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിക് റൂളറുടെ ചുമതലയാണ്. ഏതെങ്കിലും ഒരു നമ്പർ റോഡ് ബ്ലോക്കാക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ട്രാഫിക് സുഖകരമല്ലാതെ ബ്ലോക്കായി പോകുന്നുണ്ട് എന്ന് കണ്ടാൽ ആ ഇസ്ലാമിക് റൂളറുടെ ബാധ്യതയാണ് എങ്ങനെ അത് പരിഹരിക്കാം. കാരണം അത് പൗരൻ്റെ പരമാവകാശമാണ് യാത്ര എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കൊണ്ടോട്ടി ടൗണിൽ വാഹന കുരുക്ക് ഉണ്ട് എന്നറിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുപേക്ഷണീയമായ ബാധ്യതയാണ് പൗരൻ്റെ മൗലികാവകാശമായ സ്വച്ഛത വിഹരിക്കാൻ, യാത്ര ചെയ്യുവാനുള്ള മാർഗം സ്വീകരിക്കാൻ. അതിന് ഓവർഫ്ലൈ പണിയേണ്ടി വന്നേക്കാം. നിലവിലുള്ള വാഹനങ്ങൾ പിൻവലിച്ച് റോബോട്ട് വാഹനങ്ങൾ നിലവിൽ വരുത്തിയാലേ ട്രാഫിക് വിഷമം തീരൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പണമെറിയൽ, ബൈത്തുൽമാലിൽ നിന്ന് പണമെറിയൽ സർക്കാരിൻ്റെ നിർബന്ധമാണ്. റോബോട്ട് വാഹനങ്ങൾ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും പരസ്പരം കൂട്ടിമുട്ടാതെ തന്നെ അതിന്മേൽ ഘടിപ്പിച്ചിരിക്കുന്ന സൂചനകൾ വഴി ഒന്ന് മറ്റൊന്നിനോട് ഉരുമ്മാതെ അതേ അവസരത്തിൽ ഒട്ടും കാത്തു നിൽക്കാതെ തന്നെ പാസ് ചെയ്തു പോകും. ഓവർഫ്ലൈ പണിതിട്ടുണ്ടെങ്കിൽ ഒരളവോളം അത് കുറഞ്ഞു കിട്ടും. സപ്പോർട്ട് റോഡുകൾ പണിയുകയാണ് സാമ്പത്തികമായ മാന്യമുള്ള സർക്കാരിന് സാധ്യമാകുന്നതെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മനുഷ്യേതര ജീവികളെക്കാൾ ബഹുമതി പറഞ്ഞിട്ടുള്ളത് ഒന്ന് വിറ്റാമിൻ, കാൽസ്യം, പ്രോട്ടീൻ, മറ്റ് ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡ് അവന് കഴിക്കാൻ കൊടുത്തു, അതിനുള്ള അവസരമൊരുക്കി കൊടുത്തു എന്നതാണ്. രണ്ടാമത് മനുഷ്യന് മറ്റുള്ളവരെക്കാൾ ബഹുമതി കണ്ടത് അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്മേലാണ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. അവിടെ കറംന, ബനു ആദമിനുള്ള കറാമത്ത്, എൻ്റെ വകയ ആദരവ്. എന്താണ് ബനു ആദമിന് എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്കില്ലാത്ത ഒരു തക്രീം? അതിതാണ്, അവന് നാവിക, കര, വ്യോമ സഞ്ചാരം സൗകര്യപ്രദമാക്കി. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, ബറിൻ്റെയും ബഹറിൻ്റെയും മുകളിലൂടെയുള്ളതാണ് വ്യോമയാത്ര. അപ്പോൾ അതിലത് പെട്ടു. അപ്പം അതിനർത്ഥം എന്താണ്? മനുഷ്യന് എപ്പോഴും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും അവൻ്റെ ട്രാവൽ വിഷമകരമായി കഴിഞ്ഞാൽ അത് മാനവികതയെ അപമാനിക്കലാണ്. കൊണ്ടോട്ടി വികസിക്കുന്നു,
ജനസാന്ദ്രത കൂടുന്നു, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. ഈ സന്ദർഭത്തിൽ അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതിനെ നോക്കിക്കാണാൻ ഇവിടുത്തെ PW ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയർമാർക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ, അതിനു വേണ്ടുന്ന പരിഹാരത്തിന് പണമിറക്കാൻ ഇവിടുത്തെ ധനകാര്യ വകുപ്പിന് സമയം കിട്ടുന്നില്ല എങ്കിൽ അവർ ചെയ്യുന്നത് അള്ളാഹു തക്രീമാക്കിയതിനെ അപമാനിക്കലാണ്, അവഹേളിക്കലാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. മനുഷ്യനെവിടെയും സിവിൽ സപ്ലൈസിൻ്റെ വക ഏത് പാവപ്പെട്ടവനും വാങ്ങാൻ കഴിയത്തക്ക വിധത്തിൽ വില നിയന്ത്രണത്തോടുകൂടെ, അഥവാ വില പിടിച്ചുകെട്ടുക എന്നുള്ളതല്ല, മറിച്ച് സാധനത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് വില ഇറക്കിക്കൊണ്ടുകൊണ്ട് ത്വയ്യിബാത്ത് ഏത് സിവിൽ സപ്ലൈസ് മേഖലയിൽ നിന്നും ലഭ്യമാക്കാൻ വേണ്ടി അത്രയും മാവേലി സ്റ്റോറുകളും റേഷൻ ഷോപ്പുകളും തത്തുല്യമായ സിവിൽ സപ്ലൈസ് മേഖല തയ്യാറാക്കാതെ ആളുകൾ അവരുടേതായ ഓരോ ഘട്ടങ്ങളിലും ഭക്ഷ്യസാധനങ്ങൾക്ക് വേണ്ടി ഞെരുങ്ങുക എന്നത് നോക്കി നിൽക്കാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരിക്ക് പാടില്ലാത്തതാണ്. അഥവാ അത് ചെയ്താൽ അദ്ദേഹം ഉദാസീനത കാണിച്ചു എന്നല്ല പറയുക, മറിച്ച് അള്ളാഹുവിൻ്റെ തക്രീമിനെ അപമാനിച്ചു, പടച്ചറബ് ആദരിച്ച ഒരു ആദരവിനെ അയാൾ അവഹേളിച്ചു എന്നാണ് വരിക. അള്ളാഹുവിൻ്റെ തക്രീമിനെ അദ്ദേഹം ഇഹാനത്ത് ചെയ്തു. കാരണം വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, മനുഷ്യൻ്റെ തക്രീം അവന് ത്വയ്യിബാത്ത് കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ അത് ഹലാലായിട്ടുള്ളത് എന്നത് ഒരർത്ഥമാണ്. മറ്റൊരർത്ഥം മനുഷ്യൻ്റെ ഓരോ സെല്ലുകളോടും സൂട്ടാകുന്ന ഫുഡ് എന്നാണ്. അത് പ്രമേഹ രോഗിക്ക് ഒരു ത്വയ്യിബാത്താണെങ്കിൽ പ്രഷറുള്ളവന് മറ്റൊന്നായിരിക്കും ത്വയ്യിബാത്ത്. ഇതൊന്നുമില്ലാത്ത ഒരു ആരോഗ്യവാന്, അരോഗതരുടെ ഗാത്രനായിട്ടുള്ള അയാൾക്ക് ത്വയ്യിബാത്ത് മറ്റൊന്നായിരിക്കും. ആഹാരം പാചകം ചെയ്യാൻ, പാനം ചെയ്യാൻ, ശുചിത്വത്തിന്, നജസിനെ നീക്കം ചെയ്യാൻ, വുളു എടുക്കാൻ, ജനാബത്ത് കുളിക്കാൻ, എന്നൊക്കെ ത്വഹൂറായ മാവ് ആവശ്യമാണ്. അത് ഏറ്റെടുക്കൽ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. വൽ മിയാഹുൽ മുബാഹത്തു മിനൽ ഔദിയത്തി വൽ ഉയൂനി ഫിൽ ജിബാലി വനഹ്വിഹാ മിനൽ മവാത്ത് വസുയൂലിൽ അംത്വാർ യസ്തവിന്നാസു ഫീഹാ. അള്ളാഹു ഓപ്പൺ മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധജലം യസ്തവിന്നാസു ഫീഹാ, അതിൽ മേൽപ്പറയപ്പെട്ട മനുഷ്യന്മാർ എല്ലാവരും ഈക്വലാണ്. ഒരു രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട് എങ്കിൽ ഇവിടുത്തെ ചാലിയാറും ഇവിടുത്തെ പമ്പയും ഇവിടുത്തെ ത്രിവേണിയും ഈ രാജ്യത്തുള്ള ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നതും അല്ലാത്തതുമായ മുഴുവൻ ജലസ്രോതസ്സുകളും അപ്പോൾ പെയ്തുണ്ടാകുന്ന മഴ മൂലമുണ്ടാകുന്ന സംഭരണികളിലെ ജലവും ഇവയുടെ കാര്യത്തിൽ വൽ മിയാഹുൽ മുബാഹത്തു മിനൽ ഔദിയ വൽ ഉയൂനി ഫിൽ ജിബാലി, ജിബാലികളിലെ ഉയൂനുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നും, അതുപോലെ തന്നെ 10,000 മീറ്റർ ഉയരത്തിൽ നിന്ന്, അടി ഉയരത്തിൽ നിന്ന് എല്ലാം ഒഴുകി വരുന്ന നിരവധി ഗംഗകളും യമുനകളും അതുപോലെയുള്ള ഒരുപാട് നദികൾ. ഇതാണ് വൽ ഉയൂനി ഫിൽ ജിബാൽ. അതെല്ലാം തന്നെ യസ്തവിന്നാസു ഫീഹ. ലി ഖബരി അബീ ദാവൂദ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഈ യസ്തവിന്നാസു എന്ന് പറയുന്ന ആശയം. വെള്ളം എല്ലാവർക്കും കിട്ടിയേ പറ്റൂ. ഒരാൾക്ക് കിട്ടി മറ്റൊരാൾക്ക് കിട്ടിയില്ല എന്ന് വരാൻ പാടില്ല. എല്ലാ മനുഷ്യരും ഇതിൽ ഈക്വലാണ്, ഒരുപോലെയാണ് എന്ന അറിവ് അത് ഭരണകൂടത്തിനുണ്ടായിരിക്കണം. അത് അവരെങ്ങനെയാണ്
തരപ്പെടുത്തി കൊടുക്കേണ്ടത്? മനുഷ്യന് അടിസ്ഥാന ആവശ്യമാകുന്ന ഈ വെള്ളത്തെ എങ്ങനെയാണ് മുഴുവൻ ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നത്? അതിനാവശ്യമായ അത്രയും കനാലുകൾ നിർമ്മിച്ചു കൊടുക്കണം. ആവശ്യമായ അത്രയും ഡാമുകൾ കെട്ടി വെള്ളത്തെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂദാവൂദ് എന്നവരുടെ ഹദീസിൽ, അന്നാസു ശുറക്കാഉ ഫീ സലാസ, മനുഷ്യരെല്ലാവരും 3 കാര്യത്തിൽ തുല്യരാണ്. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ഒരു പ്രയോറിറ്റിയുമില്ല. ഏതൊക്കെയാണത്? അൽ മായി വൽ കലൈ വന്നാർ. 1 വെള്ളം തന്നെ. 2 മനുഷ്യൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന കന്നുകാലികൾക്ക് ആവശ്യമാകുന്ന പുല്ല്. മറ്റൊന്ന് വൈദ്യുതിയാണെങ്കിൽ വൈദ്യുതി, അല്ലെങ്കിൽ വൈദ്യുതിക്ക് സമാനമായിട്ട് എന്താണോ വെളിച്ചത്തിൻ്റെ സ്രോതസ്സ്, അത് പാചകം ചെയ്യാനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഘടകം, അതാണ് വന്നാർ. അപ്പോൾ ഒരു സർക്കാർ നിലവിൽ വരുന്ന അവസരത്തിൽ അവരുടെ പ്രഥമമായ ശ്രദ്ധ രാജ്യം മുഴുക്കെ ജലസേചന പദ്ധതികൾ എന്നുള്ളത്. അവരുടെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് നാറ് എല്ലായിടത്തേക്കും എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ നാറ് എന്ന് പറയുന്നത് അത് വൈദ്യുതിയാണ്. വെള്ളവും വെളിച്ചവും അത് രാജ്യത്ത് മുഴുക്കെ എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അതെല്ലാവരുടെയും ആവശ്യം. ഓണങ്കറ മലകളിൽ ഇനിയും ടവറുകൾ പണിതിട്ടില്ല എന്ന് വരുന്നത് അത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്തരവാദിത്തരാഹിത്യമാണ്. ഫലാ യജൂസു ലി അഹദിൻ തഹജ്ജുറുഹ. ഈ 3ൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ മറ്റുള്ളവർക്ക് അന്യമാകത്തക്ക വിധത്തിൽ അതിനെ സങ്കുചിതത്വം കാണിക്കൽ അത് ചേർന്ന പണിയല്ല. ഫലാ യജൂസു ലി അഹദ്. ലൈൻ വലിക്കട്ടെ ഞങ്ങളുടെ ഏരിയയിലേക്ക് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ പറമ്പുകാരൻ പറയാൻ പാടില്ല, എൻ്റെ പറമ്പിലൂടെ കാല് കൊണ്ടുപോകരുത്. അത് പൗരനോട് ചെയ്യുന്ന തെറ്റാണ്. എന്തിനു വേണ്ടിയാണ് അവൻ കറണ്ട് കൊണ്ടുപോകുന്നത്? അവൻ്റെ നാറിൻ്റെ ആവശ്യം തീരുന്നതിന് വേണ്ടിയാണ്. എന്തൊക്കെയാണോ നാറുകൊണ്ട് അനുഭവപ്പെടേണ്ടത്? 1 വെളിച്ചം തന്നെ, 2 പാചകം. ഇതാണല്ലോ നാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സുസാധ്യതയ്ക്ക് വേണ്ടിയാണ് ലൈൻ ആവശ്യപ്പെടുന്നത്. തത്സമയത്ത് തരില്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഓപ്പൺ മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് പുറംതിരിഞ്ഞ് നിൽക്കലായിരിക്കും. ഇസ്ലാമിക ശരീഅത്തിൻ്റെ സ്വഭാവമാണ്. ഏതോ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം കൊണ്ടുപോകാൻ. വിദ്യുച്ഛക്തി ബോർഡിൻ്റെ മുമ്പിലേക്ക് ഒരു ഏരിയയിൽ നിന്ന്, അത് ഒരു പക്ഷേ ലക്ഷം വീട് കോളനിയിൽ നിന്നാകാം, 4 സെൻറ്റ് കോളനിയിൽ നിന്നാകാം, ചെങ്കുത്തായ മലകളിൽ പാർത്തുകൊണ്ടിരിക്കുന്ന ആദിവാസിയുടെ ഭാഗത്ത് നിന്നാകാം. ഞങ്ങൾക്ക് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചുകൊണ്ട് കറണ്ട് എത്തിച്ചേരണമെന്ന് ആദിവാസി സമൂഹം ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് കൊണ്ടോട്ടി ടൗണിൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അങ്ങ് മലമുകളിലെ മലമുത്തന്മാരുടെ വീടുകളിലും കറണ്ട് കത്തിയേ പറ്റുള്ളൂ. ഫലാ യജൂസു ലി അഹദിൻ തഹജ്ജുറുഹ. ഞങ്ങൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അത് മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. നിങ്ങളുടേത് അത് ഓണങ്കറ മലയാണ്. നിങ്ങൾക്ക് അത്ര മതി, അടുത്ത സർക്കാർ വരുമ്പോൾ കിട്ടുമ്പോൾ വാങ്ങിച്ചോളൂ. ഇത് പറയാൻ പാടില്ല. ലാ യജൂസു ലി അഹദിൻ തഹജ്ജുറുഹ വലാലിൽ ഇമാമി ഇഖ്ത്വാഉഹ. ഈ 3ൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കൽ, പട്ടയം ചാർത്തി കൊടുക്കൽ, അത് ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇന്നാലിൻ ലൈനിൽ നിന്ന് കറണ്ട് എടുക്കുന്നത് അത് ഓരോ വർഷവും ഭൂമിക്ക് 70 രൂപ നികുതി തരാൻ മാത്രം പ്രഭുക്കളായിട്ടുള്ള പ്രഭുക്കൾക്ക് മാത്രമേ ഈ ലൈനിൽ നിന്ന് കറണ്ട് വലിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർ വലിക്കാൻ പാടില്ല എന്ന്
തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമില്ല. വലാ യജൂസു ലിൽ ഇമാമി യഖ്താഉഹ ലാ യഖ്താഉ തംലീകിൻ വലാ ഇർഫാഖി. ഒന്ന്, ആ പ്രഭുക്കളായ ആളുകളോട് ഗവൺമെൻറ് ക്യാഷ് വാങ്ങി നിങ്ങൾക്ക് ഉടമയാക്കി തന്നു എന്ന് പറയാനോ, ക്യാഷ് വാങ്ങാതെ നിങ്ങൾ മാത്രം അത് ഉപയോഗിച്ചോളൂ, മറ്റുള്ളവർ വലിക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ സർക്കാരിനും പാടില്ല. അത് ഇജ്മാഇൻ്റെ മസലയാണ്. തുഫയുടെ 6-ാം വാള്യം 380 നമുക്കത് കാണാം. ഇനി കനാലുകളും ഡാമുകളും നിലവിൽ വന്നാലോ? വൽ ഖനാത്തുൽ മുശ്തറക യുഖ്സമു മാഉഹ ബൈന ജമാഅ വലഹുമുൽ ഖിസ്മത്തു മുഹായഅതൻ. 6:391 പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പൗരന്മാർക്കും അള്ളാഹുവിൻ്റെ റസൂൽ ഓപ്പൺ മാർക്കറ്റിൽ നൽകിയിട്ടുള്ളതായ ജലം അത് ഒരു ഡാമിൽ കേന്ദ്രീകരിപ്പിക്കുകയും എന്നിട്ട് അതിനെ പൈപ്പ് ലൈനുകൾ വഴിയോ അതല്ല കനാലുകൾ വഴിയോ തുറന്നു വിടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിലുള്ള വെള്ളം ആ ഡാമിൽ നിന്ന് സ്പ്രേ ചെയ്യപ്പെടുന്ന പുറത്തേക്ക് വിടുന്ന ആ വെള്ളം മതിയാവുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉപഭോക്താക്കളെ 2 ടീമാക്കി തിരിക്കണം. ഒരു ടീമിന്, രണ്ടാമത്തെ ദിവസം മറ്റേ ടീമിന്, അങ്ങനെ എല്ലാവർക്കും വെള്ളം എത്തിക്കുക എന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. വലഹുമുൽ ഖിസ്മത്തു മുഹായഅതൻ. അടിസ്ഥാന ആവശ്യങ്ങൾ അത് ആദ്യമായിട്ട് സർക്കാരിൻ്റെ പെരടിയിലാണ് വെക്കുന്നത്. എന്നാൽ സർക്കാർ ഒന്നുകിൽ നിലവിലില്ല, വിത്തൗട്ട് ഗവൺമെൻറ് അങ്ങനെ ഒരു ജീവിതമുണ്ടായാൽ, അല്ലെങ്കിൽ ഉള്ള സർക്കാരിൽ നിന്ന് ഇത് ലഭ്യമാകുന്നില്ല എന്ന ഒരവസ്ഥ വന്നാൽ തൽസമയത്ത് അവിടെ കാര്യക്ഷമമാകേണ്ടത് മയാസിറുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സ്രോതസ്സാണ്. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ശരീഅത്തിൻ്റെ റൂൾ പറയുന്നത് എന്താ? വമിൻ ഫുറൂലിൽ കിഫായ, മനുഷ്യൻ്റെ സാമൂഹ്യ ബാധ്യതയുടെ ഭാഗമാണ്. എന്ത്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഅബയെ ഇമാറത്ത് ചെയ്യൽ ഹജ്ജ് കൊണ്ട്, എല്ലാവർക്കും അറിയാം, ഫർള് കിഫയാണ്. വേറെയും ഒരുപാട് ഫർള് കിഫകളുണ്ട്. അതിലേക്ക് അത്ഫ് ചെയ്ത് പറയുന്നത് നോക്കൂ, വദഫ്ഉ ലററിൽ മഅസൂമി, സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. അതായത് ആരെങ്കിലുമൊക്കെയായി ചെയ്തേ പറ്റുള്ളൂ. എന്താണ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത്? മഅസൂമായവൻ്റെ പ്രയാസങ്ങൾ പ്രതിരോധിക്കുക. ആ മഅസൂമെന്ന് വെച്ചാൽ മിനൽ മുസ്ലിമീന വ അഹ്ലി ദിമ്മ വൽ അമാനി. 3 വിഭാഗം മുസാലിം. 1 ദിമ്മി, 2 മുസ്തഅ്മൻ, അടുത്തത് മുആഹദ് അല്ലെങ്കിൽ മുസ്തഅ്മിന് മുആഹിദ്. 3 ആളുകൾ മുസാലിമുകളാണ്. നമ്മുടെ രാജ്യത്ത് 15 ദിവസത്തേക്ക് താൽക്കാലിക വിസ എടുത്തുകൊണ്ട് ഇവിടെ ഒരു ബിസിനസ് തരപ്പെടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ദാറുൽ ഹർബിൽ നിന്ന് വന്ന ഹർബിയായ വ്യക്തി അദ്ദേഹത്തിന് വിസ കൊടുത്തു. ഉപരിവിടെ 15 ദിവസം താമസിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അപ്പുറത്ത് ഹർബിയായ നാട്ടിൽ ആ ഹറാബത്തിൻ്റെ നാട്ടുകാരും ഈ നാട്ടുകാരും തമ്മിൽ സർക്കാർ തലത്തിൽ
യുദ്ധമില്ലാ കരാറിൽ ഒപ്പുവെക്കുക എന്നത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരനായൊരു വ്യക്തി നിർഭയം നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷനായാൽ അദ്ദേഹം മഅ്സൂമാണ്. അങ്ങനെ ദിമ്മത്തിൻ്റെ ആൾക്കാരും മമാനിൻ്റെ ആൾക്കാരുമായിട്ടുള്ള മുസാലിമുകളും മുസ്ലിങ്ങളുമായവരുടെ അവരെ എല്ലാവരും മഅ്സൂമാണ്. അവർക്ക് സംഭവിക്കുന്ന ലററ് ആ പ്രയാസങ്ങൾ എടുത്തുമാറ്റി കൊടുക്കൽ ഫർള് കിഫയാണ്. അതാരാണ് ചെയ്യേണ്ടത്? അലൽ ഖാദിരീന, ആ ലററ് തീർത്തു കൊടുക്കേണ്ടത് അതിന് കഴിവുള്ളവരാണ്. വഹും, ആരാണ് ആ കഴിവുള്ളവർ? മൻ, ഒരു വ്യക്തിയാണ്. ഇൻദഹു, ഹി ഹാസ്, അവൻ്റെ വശമുണ്ട്, സിയാദത്തുൻ അലാ കിഫായത്തി സന ലഹും വലി മുമവ്വനിഹിം, തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ഒരു വർഷത്തെ ലൈഫിന് എത്ര തുക വേണ്ടി വരുമോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ ആവശ്യമായ തുകയുടെ എബവ്, അതിൻ്റെ മുകളിലേക്ക് ആർക്കെല്ലാം കൈവശമുണ്ടോ അവൻ്റെ പേരാണ് ഇവിടെ ഖാദിർ ഖാദിർ എന്നത്. കമാഫിർ റൗള. ഇതിൻ്റെ താഴെ പറയുന്നത് ബൈത്തുൽ മാലിൽ നിന്നോ സകാത്തിൽ നിന്നോ ഇത് പൂർത്തീകരിക്കപ്പെടാത്ത പക്ഷം എന്ന് താഴെ വരുന്നുണ്ട്. ബൈത്തുൽ മാലിൽ നിന്ന് ഈ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ലെന്ന് കണ്ടാൽ, സകാത്തിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടാൽ, സകാത്തിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടാത്തതാണ് മുസാലിമിൻ്റെ ലറ് തടക്കാൻ ആവശ്യമായ ക്യാഷ്. കാരണം മുസാലിമിന് ഒരർത്ഥത്തിലും സകാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറയുന്ന സകാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 കക്ഷികളിൽ ഒരു കക്ഷിയിലും മുസാലിമില്ല. അപ്പം സകാത്ത് കൊണ്ട് മേക്കപ്പ് ചെയ്യില്ല. ആരുടെ ലററ്? മുസാലിമിൻ്റെ ലററ്. അപ്പോൾ പിന്നെ എവിടെ നിന്നേ അത് മേക്കപ്പ് ആവുള്ളൂ? അത് ട്രഷറിയിൽ നിന്നേ പോകുന്നുള്ളൂ. ട്രഷറിയിൽ നിന്ന് പോവാത്ത ഒരവസ്ഥയുണ്ടായാൽ അപ്പോൾ ഈ മുസാലിമിൻ്റെ ലററ് ദഫ്ന് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വർഷം ജീവിക്കാൻ ആവശ്യമായ ആസ്തിയിൽ കൂടുതലുള്ള എല്ലാവൻ്റെ മേലിലും ഫർള് കിഫയാണ്. വിത്തൗട്ട് ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു പൗരൻ്റെ ആവശ്യങ്ങൾ നിറവേറിപ്പോകുന്നത് എന്നിപ്പോൾ കണ്ടല്ലോ. ആ ലററിനെ പറ്റി അടുത്തതായി പറയുന്നു, ഫിൽ അത്ഉമതി. അതാണ് ത്വആമിൻ്റെ കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. പിന്നേതാ? കിസ്വത്തു ആർ, നാണം മറക്കാനുള്ള മുണ്ട്. മായസ്തുറു ഔറതഹു ഔ യഖി ബദനഹു മിൻ മുളിരിൻ. കൊണ്ടോട്ടിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ 1, 2, 3 ലക്ഷം വീട് കോളനിയുണ്ട് എന്ന് വെക്കുക. മുസ്ലിങ്ങളുമായി അലയൻസിൽ ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ആദിവാസി സമൂഹമുണ്ട് എന്ന് വെക്കുക. ഡിസംബർ മാസം, ജനുവരി മാസം എന്ന് പറയുന്നത് പഴയ പോലെ അല്ലാതെ അതിശൈത്യമുള്ള സമയമാണെന്ന് വെക്കുക. തൽസമയത്ത് ആ ഊരുകളിൽ, മലമുത്തന്മാരുടെ ഊരുകളിൽ കഴിയുന്ന കിഴവന്മാരുടെയും കിഴവിമാരുടെയും ബദനിനെ ബുദ്ധിമുട്ടാക്കുന്ന അതിശൈത്യത്തെ തടുക്കുന്ന ഡ്രസ്സ് അവിടെ എത്തിച്ചു കൊടുക്കൽ, കമ്പിളി പുതപ്പ് വാങ്ങി അവിടെ കൊണ്ട് വിതരണം ചെയ്യൽ, ഈ രാജ്യത്തുള്ള ഒരു വർഷത്തിലപ്പുറം ജീവിക്കാൻ ക്യാഷ് കയ്യിലുള്ള എല്ലാ അബൂബക്കറിൻ്റെയും മുഹമ്മദിൻ്റെയും പേരിൽ ഫർള് കിഫയാണ്. ഏതെങ്കിലും ഒരു മുഹമ്മദ് അബൂബക്കർ അത് ചെയ്തിട്ടില്ലെങ്കിൽ കൊണ്ടോട്ടിക്കാർ കംപ്ലീറ്റ്
അള്ളാഹുവിന് മുമ്പിൽ കുറ്റവാളികളായിത്തീരും ഒരു മയ്യത്ത്. അതിനെ മറമാടി എങ്ങനെ നിസ്കരിക്കാതെ, എന്താണോ അവിടുത്തെ കുറ്റം, സെയിം കുറ്റം ഈ ആദിവാസിക്ക് കമ്പിളി എത്തിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലും ഉണ്ടാവുന്നതാണ്. ഇതാ കിതാബിൽ പറയുന്ന കാര്യം. കിസ്വത്തി ആരിൻ ഐ മായസ്തുറ ഔറത്തഹു ഔ യഖീ ബദനഹു മിൻ മുളിരിൻ. സ്വെറ്റർ വാങ്ങേണ്ടി വരും, കാൽമേൽ സോക്സ് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അതെന്ത് ആദിവാസിയല്ലേ? അതെന്ത് മലമുത്തനല്ലേ? അവനെന്ത് കണക്കിലെടുക്കാനാണ്? എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും സോക്സ് ഡയലി മാറിക്കൊണ്ടിരിക്കാൻ 7 അതാണ് നാം ക്ലോത്ത് മാർട്ടിൽ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ കിതാബിൽ പറയുന്നത് ഇതാ ഒരെണ്ണമെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കണമെന്നാണ്. മായത്തി ബദനഹു മിമ്മുലിദീൻ കമാഹു അല്ലാഹിറുൻ. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം. എന്നാൽ തീർന്നോ? വയുൽഹഖൂ ബിത്ത്വാമി വൽ കിസ്വ മാ ഫീ മഅനാഹുമാ കഉജ്റതി ത്വബീബിൻ. തുഫൈൽ പറയുന്ന കാര്യമാണ്. ഫർള് കിഫ. ഞാനും നിങ്ങളും ഒരു പക്ഷേ എന്തുമാത്രമേ വിചാരിക്കുന്നുണ്ടാവുള്ളൂ, ഫർള് കിഫ ഫർള് കിഫ. അതെ, ജനാസ നിസ്കാരം ഫർള് കിഫയാണ്, അവിടെ തീർന്നു. പക്ഷേ ഇവിടെ പറയുന്നു എന്ത്? ഉജ്റത്തു ത്വബീബ് ഫർള് കിഫയാണ്. ആരുടെ? ഒരു മഅസൂമിൻ്റെ. ഇസ്ലാമികമായ സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു 15 ദിവസത്തെ അനുമതി പ്രകാരം മുസ്തഅ്മിനായും കൊണ്ട് ഒരു മുസാലിമായി എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ ഇവിടെ വന്നു. അയാൾ ഇവിടുത്തെ റിസോർട്ടിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലോ കഴിയുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വന്നാൽ, ശ്വാസം മുട്ട് വന്നാൽ, അതെന്ത്? അത് ആസ്ട്രേലിയക്കാരനല്ലേ, അത് നേപ്പാളിയല്ലേ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. അയാൾ മഅസൂമാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഏത് രോഗമാണോ അയാൾക്കുള്ളത് ആ രോഗത്തിൻ്റെ ചികിത്സാരിയുടെ അരികിൽ എത്തിച്ചു കൊടുക്കലും അവിടെ ആവശ്യമാവുന്ന ഫീസുകളും അത് ലററ് ദഫ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഡ്രസ്സ് മാത്രം പോരാ, തണുപ്പിൻ്റെയും ചൂടിൻ്റെയും വസ്ത്രങ്ങൾ മാത്രം പോരാ, ഫുഡ് മാത്രം പോരാ, ഉജ്റത്ത് ത്വബീബും അതിനോട് ആഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഇദാലം യന്തഫിഉ ദാലികൽ ലററു ബിസകാത്തിൻ വബൈത്തിമാലിൻ. ട്രഷറിയിൽ നിന്നോ സക്കാത്തിൽ നിന്നോ അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വന്നാൽ, സക്കാത്തിൽ നിന്ന് പരിഹരിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കാമല്ലോ എന്ത്? മുസാലിമിന് ഒരിക്കലും സക്കാത്തിൽ നിന്ന് ഫണ്ട് പോകില്ല. മുഅല്ലഫത്ത് ഖുലൂബ് എന്ന ഫണ്ട് പോലും അത് ഇസ്ലാമിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കൊടുതിയാണ്, വരാനിരിക്കുന്ന കൊടുതിയില്ല. അപ്പോൾ സക്കാത്ത് കൊണ്ടത് മേക്കപ്പ് ആവില്ല എങ്കിൽ പിന്നെ എവിടെ നിന്നേ മേക്കപ്പ് ആവുള്ളൂ? ബൈത്തുൽമാലിലേക്കാണ്. ബൈത്തുൽമാലിൻ്റെ ആളുകൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല എങ്കിലോ അപ്പോൾ അത് മുസ്ലിങ്ങളുടെ മേൽ ഒരു വർഷം ജീവിക്കാൻ ആവശ്യമായവരുടെ മേൽ നിർബന്ധമായിത്തീരുന്നു. ഇതാണ് സ്റ്റേറ്റ് ഉണ്ടായാലും സ്റ്റേറ്റ് ഇല്ല എങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോടുള്ള പ്രതികരണം. ഇനി ഇസ്ലാമിക സ്റ്റേറ്റ് വളരെ പ്രധാനമായി കാണുന്ന ഒരു സിവിൽ സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ത്? ജഡ്ജിമെൻ്റ് ഉദാരത എന്ന് പറയും. ജഡ്ജിമെൻ്റ് ഉദാരത എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ബസ്സും
മോട്ടോർ സൈക്കിളും, എന്തിലധികം പറയുന്നു, ചവിട്ട് സൈക്കിൾ പോലും ഇല്ലായ്മയിൽ ഇരുന്ന് ചിന്തിക്കുക. രാജ്യത്തിൻ്റെ ഏതൊരു മുക്കിൽ പാർക്കുന്ന വ്യക്തിയാണെങ്കിലും രാവിലെ അവൻ എഴുന്നേറ്റ് അവൻ്റെ പ്രാഥമിക ചടങ്ങുകളൊക്കെ നിർവഹിച്ച് അയാൾക്ക് ഒരു പരാതി ആരെക്കുറിച്ചെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പീഡനം അല്ലെങ്കിൽ ഭക്ഷണം തരായ്മ തുടങ്ങിയ വിഷയങ്ങൾ, ചെറിയ കാര്യം പറയുക, അത് പറയാൻ അവൾ അവളുടെ ആങ്ങളെയും കൂട്ടി രാവിലെ പുറപ്പെട്ടാൽ, നടന്ന് പുറപ്പെട്ടാൽ, അത് കോടതിയിൽ അവതരിപ്പിക്കുകയും അവിടെ അതിൻ്റെ വാദവും വിധിയും നടക്കുകയും ചെയ്ത് അവൾ മടങ്ങി വരുമ്പോഴേക്ക് സൂര്യൻ അസ്തമിക്കുന്നേ ഉണ്ടാവുള്ളൂ. ആ നിലക്കുള്ള വഴിദൂരം ഇടവിട്ട് കോർട്ട് സ്ഥാപിക്കൽ ഇസ്ലാമിക സ്റ്റേറ്റിൽ നിർബന്ധമാണ്. വലാ യജൂസു ഇഖ്ലാഉ മസാഫത്തിൽ അദ്വാ അൻ ഖാളിൻ. മസാഫത്തുൽ അദ്വ, എന്താ ഈ മസാഫത്തുൽ അദ്വ എന്ന് പറയുന്നത്? രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കേസ് കൊടുത്ത് കേസിന് വിധി വാങ്ങി പിന്നോട്ട് നടന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് വീട്ടിലെത്താൻ കഴിയണം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം 15 കിലോമീറ്റർ ഇടവിട്ട് സംസ്ഥാനത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അത് സുൽത്താനിൻ്റെ ബാധ്യതയാണ്, ഖലീഫയുടെ ബാധ്യതയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ റൂളറുടെ ബാധ്യതയാണ്. ലാ യജൂസ്, ഒഴിച്ചിടാൻ പാടില്ല. ടിപ്പു സുൽത്താൻ കേരളത്തിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒരളവോളം അദ്ദേഹം ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു. കോഴിക്കോട് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ ഫറോക്കിലെത്തുമ്പോൾ, ഫറോക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് 15 കിലോമീറ്റർ വിട്ടാൽ അവിടെ, മൈസൂരിലേക്ക് പോകുമ്പോഴാണെങ്കിൽ കോഴിക്കോട് വിട്ടാൽ കുന്നമംഗലം വിട്ട് കഴിഞ്ഞാൽ താമരശ്ശേരി, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്നിടത്തോളം മൂപ്പർ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ആ മേഖലകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കോർട്ടുകൾ. വലാ യജൂസു ഇഖ്ലാഉ മസാഫത്തിൽ അദ്വാ അൻ ഖാളിൻ. അപ്പോൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ 15 കിലോമീറ്റർ ഇടവിട്ടുകൊണ്ട് കോർട്ട് നിർബന്ധമാക്കി വെച്ചത്? വല്ല ജുമുഅത്ത് പള്ളിയും നിർബന്ധമാക്കൂ, അതല്ലയോ പറയേണ്ടിയിരുന്നത്? ഇതെന്താ കോർട്ടിൻ്റെ കാര്യം ഇങ്ങനെ ഊന്നിപ്പറയുന്നത്? അതാണ് സിവിലിയന്മാർക്ക് അവരുടെ നേരെ വരുന്ന പീഡനങ്ങൾ പരാതി പറഞ്ഞാൽ പരിഹരിക്കപ്പെടാനുള്ള അവസരമൊരുക്കി കൊടുക്കൽ. ഭക്ഷണം മാത്രം പരിഹരിച്ചാൽ പോരല്ലോ, നാണം മറച്ചാൽ തന്നെ പോരല്ലോ, ചൂടും തണുപ്പും പ്രതിരോധിച്ചാൽ തന്നെ പോരല്ലോ. മനുഷ്യർക്ക് പരസ്പരം പരാതികൾ പറയാനുണ്ടാവില്ലേ? പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് തന്നെ. ബാലപീഡനം, സ്ത്രീപീഡനം, ഭർത്തൃവീട്ടിലെ പീഡനം, ഭർത്തൃവീട്ടിൽ നിന്നുള്ള പീഡനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 കിലോമീറ്റർ അകലെ തൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കപ്പോഴേക്ക് അതിന് പരിഹാരമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആത്മഹത്യ ചെയ്യുകയില്ല. ഇതില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാമെന്ന് ഞാൻ അനുവദിക്കുകയല്ല, പക്ഷേ പറയുകയാണ്. ഇംകാനിയാത്ത് മറാഫിഖ്, മതം പറഞ്ഞതുപോലെ സുലഭമായാൽ അപ്പോൾ അവിടെ മുഷ്കിലാത്തുകൾ സോൾവ് ചെയ്യൽ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ കൂടി. ഇന്നെന്താ സ്ഥിതി? ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള കേസ് പറയാനുണ്ടെങ്കിൽ അവൾക്കറിയാം, അത് കുടുംബ കോടതിയിൽ കൊടുത്താലും അല്ലാത്ത കോടതിയിൽ കൊടുത്താലും എവിടെ കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾക്കപ്പോൾക്ക് പരിഹാരമുണ്ടാവില്ല. കാരണം എന്താണ്? അവിടെ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇതെന്നാണ് തീർപ്പാവുക? അത് പറയാൻ പറ്റില്ല. അപ്പോൾ ദുർബല മനസ്കരാകുന്ന സ്ത്രീകൾ അവർ ചെയ്യാൻ പാടില്ലാത്ത പണിയെടുക്കുന്നു, ഒരു തുണ്ട് കയറിലേക്ക് അഭയം പ്രാപിക്കുന്നു. ഈ പറയുന്ന ഒരു നിർബന്ധം
ഇതുപോലെയുള്ള ഒരു നിർബന്ധം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ, അതായത് രാവിലെ ചെന്നാൽ കേസ് കൈകാര്യം ചെയ്ത് മതവിധി കിട്ടി ഭർത്താവിനെ, ഒരുപക്ഷെ തഴസീറായിരിക്കും ഭർത്താവിനുണ്ടാവുക. കോടതി അപ്പം തന്നെ വിധിക്കുകയാണ്, നീ ചെയ്ത കുറ്റകൃത്യത്തിന് ഞാൻ കാണുന്നത് എന്നെ 39 പ്രാവശ്യം തല്ലുന്നതാണ്. തഴസീറിൻ്റെ ഒരു മുഖമാണത്. അല്ലെങ്കിൽ നീ തെറ്റിന് ഞാൻ കാണുന്ന കാഴ്ച, ഖാലിയാർ പറയുകയാണ്, നിന്നെ 3 മാസക്കാലത്തേക്ക് ജയിലറയിലിടലാണ്. സാമ്പത്തികമായ തഴസീർ ഇസ്ലാമിലില്ല കേട്ടോ. പിഴ ഈടാക്കൽ എന്ന് പറയുന്ന പ്രക്രിയ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഒന്നുകിൽ ഈ പറയുന്ന ശാരീരികമായ അവനെ അടി കൊടുക്കുക, അതിലവൻ പാകം വരും. അതുമല്ലെങ്കിൽ ഹബസ് എന്ന് പറയുന്ന തഴസീർ. ഇതുവരെ രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയാകുമ്പോഴേക്ക് ആ തീരുമാനം കിട്ടുന്ന അവസരത്തിൽ പിന്നെ എങ്ങനെ പെണ്ണ് കയറ് നോക്കുന്നു? കയറ് നോക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥിതിയുടെ ഒരു കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫയലുകൾ തീർപ്പാക്കുകയില്ല, ഒരിക്കലും തീർപ്പാക്കില്ല, കെട്ടിക്കിടക്കുകയാണ്. ആ കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? എല്ലാ 15 കിലോമീറ്റർ ഇടവിട്ടുകൊണ്ടും ഒരുപക്ഷേ ബസ് സ്റ്റാൻഡ് നിലവിൽ വന്നിട്ടുണ്ടാകാം, പക്ഷേ കോടതികൾ വന്നിട്ടുണ്ടാവില്ല. കോടതികൾക്ക് വളരെ പരിമിതമായ സമയമേ ഡ്യൂട്ടി സമയമായി കാണുന്നുള്ളൂ. 10 മണി മുതൽക്ക് മാക്സിമം പോയാൽ ഒരു 2 മണി, അതല്ലെങ്കിൽ 4 മണി. എത്ര കേസ് തീർക്കാൻ കഴിയും? വളരെ കുറഞ്ഞ കേസുകളെ തീർക്കാൻ കഴിയും. അപ്പോൾ കെട്ടിക്കിടക്കുക എന്നുണ്ടാവും. അവിടെയാണ് ആളുകൾ നാട് വിട്ടു പോവലോ ആത്മഹത്യ ചെയ്യലോ എല്ലാം ഉണ്ടാവും. പൗരൻ്റെ, ഓരോ വ്യക്തിയുടെയും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അവസരത്തിലും ഇനി ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരാതെ മുസ്ലിം വീടുകൾ അങ്ങിങ്ങായി മഹല്ല് തിരിഞ്ഞ് കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിലും അവിടെ പൗരന്മാർക്ക്, വ്യക്തികൾക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എങ്ങനെയാണ് ഒരു സ്വർഗീയ അനുഭൂതിയിൽ ലഭ്യമാകുന്നത് എന്നാണ് ഇപ്പോൾ നാം ഈ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് വരുന്ന കാര്യം വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസത്തിലേക്ക് കയറി വരുമ്പോൾ അവിടെയും കാണാം ഇസ്ലാമിക് സ്റ്റേറ്റിലും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഒരു റൂൾ. എന്താണത്? വിദ്യാഭ്യാസം അത് ഒരു കച്ചവടച്ചരക്കാക്കി കാണരുത്. അതൊരു കച്ചവടച്ചരക്കായി കാണരുത്. അതിനെ വേണമെങ്കിൽ സർവീസ് ചാർജ് വാങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, അത് സർവീസ് ചാർജ് നിർബന്ധമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസത്തെ ഒരിക്കലും കച്ചവടച്ചരക്കാക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ്റെ ആവശ്യകതകൾ നോക്കിയിട്ട് അപ്പപ്പോൾ ആനം ഫആന പുതിയ പുതിയ സയൻസ് ടെക്നോളജി സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലമ മാളിയായ ഫീലാണ്, ഫീലിയായ ജുംല തജദ്ദുദ് ഹുദൂസിനെ ഫായിദ തരും. അപ്പോൾ അല്ലമൽ ഇൻസാനിൻ്റെ അർത്ഥം എന്താണ്? ആനം ഫആന, അല്ലാഹു തആല അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യന്. എന്താണ് അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മാ ലം യഅലം, ഈ സെക്കൻഡിന് മുമ്പ് അവനതറിയുമായിരുന്നില്ല. അപ്പോൾ 2021 ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾക്ക് നാം നോബൽ പ്രൈസ് കൊടുത്തു. കാരണം
2020 വരെയുള്ള ഗവേഷണത്തിൽ പുറത്തു വരാത്തതാണ് അവർ പുറത്തെടുത്തത്. 2022 വേറെ കുറേ സയൻറ്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് കൊടുത്തു. എന്താ കാര്യം? അതിനു മുമ്പുള്ളവർക്ക് അതറിയാമായിരുന്നില്ല. അതാണ് അവർ പുറത്ത് കൊണ്ടുവന്നത്. 2023 നാം പല സയൻസുകൾക്ക്, സുവോളജിയിലാവട്ടെ, ബയോളജിയിലാവട്ടെ, മെഡിസിനിലാവട്ടെ, ഇതിലൊക്കെ ഓരോരുത്തർ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ്. ആരാണ് ഇതിൻ്റെ പിറകിൽ? സയൻറ്റിസ്റ്റ് അല്ല, അദ്ദേഹം കേവലം വാണി മാത്രമാണ്. ആരാണ് അതിൻ്റെ മാസ്റ്റർ? അത് അള്ളാഹുവാണ്. അല്ലമ അള്ളയാണ് അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അത് ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അങ്ങനെ തുറന്നു തരികയാണ്. അല്ലമൽ ഇൻസാനമാലമ്യ. ഇതാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം. സയൻറ്റിസ്റ്റ് കേവലം അധ്വാനിയും കേവലം ഒരു വാണി മാത്രമാണ്. പഠിച്ചവൻ കൊടുക്കുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. എൻ്റെ ശൈലി നിങ്ങൾ നോക്കണം. ഞാൻ ആവശ്യം വരുന്നതിനനുസരിച്ച് അങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പൂർവ്വകാല മനുഷ്യന് ഈ വൈദ്യുതിയുടെ അനിവാര്യത ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യന്മാർ അത്രയും കുറവായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ലിഫ്റ്റിൽ കയറി 24-ാം നിലയിലേക്ക് താമസിക്കാൻ പോവേണ്ട ഒരാവശ്യം അന്നില്ലാത്തത് കൊണ്ട് അന്ന് കറണ്ടിൻ്റെ ലിഫ്റ്റും വേണ്ടതില്ല. ഇന്നതല്ല, ജനസാന്ദ്രത കൂടുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 25-ാമത്തെ നിലയിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള ലിഫ്റ്റ് പ്രവർത്തിക്കാൻ ആവശ്യമാകുന്ന മെഗാവാട്ട് അത് കണ്ട് കൊടുത്തേ പറ്റൂ. അല്ലമൽ ഇൻസാനമാലം വീഴൽ. ആവശ്യകതയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനാണ് ഞാൻ. ആവശ്യകതയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉദാത്ത ദായകനാണ് ഞാൻ. എൻ്റെ ശൈലി നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ടാ അള്ളാഹ് പറയുന്നത് കമാ അല്ലമഹുല്ലാ. ഞാൻ എങ്ങനെയാണോ, അള്ളയാകുന്ന ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ തൈലീമ നടത്തിയത്, ക്യാഷ് വാങ്ങിയിട്ട. ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിന് ഒരു തീസീസ് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയുമ്പോൾ അള്ളയാകുന്ന ഞാൻ ചോദിച്ചോ ഇത്ര ഡോളർ തരണമെന്ന്? ഞാൻ ആവശ്യപ്പെട്ടോ ഇത്ര പണം കെട്ടിവെക്കണമെന്ന്, തലവരി തരണമെന്ന്? അതെൻ്റെ ഒരു ഉദാരതയായിരുന്നില്ലേ? ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യണം? അഭ്യാസിയായ ഒരാളും തന്നെ അയാൾ ലായബ, അയാൾ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടുള്ളതല്ല. കാത്തിബുൻ, ഒരു റൈറ്ററും യക്തുബ, അദ്ദേഹത്തോട് കിതാബത്തിന് ആവശ്യപ്പെട്ടാൽ. ആയത്തിൻ്റെ സബബുൻ നുസൂല് അത് മുദായനത്തിൻ്റെ കേസിലാണ് എങ്കിലും ആ വിഷയം ഒരു പ്രമേയമാണ്, മനുഷ്യനോടുള്ള ഒരു വിജ്ഞാപനമാണ്. എന്ത്? തുറന്നു വെക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അതിൻ്റെ ക്രെഡിറ്റും പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് അതിന് കുത്തകാവകാശമുണ്ട്, ഞങ്ങളുടെ കമ്പനിക്കും ഞങ്ങളുടെ സയൻറ്റിസ്റ്റിനുമാണ് അതിൻ്റെ കുത്തകാവകാശം, അങ്ങനെയൊന്നും പറയല്ലേ ആശാനെ. നിനക്കിതെവിടുന്ന് കിട്ടി? നിനക്കിതെവിടുന്ന് കിട്ടി? ഒരു നിമിഷത്തിൽ പടച്ചതമ്പ് തുറന്നു തന്നപ്പോൾ കിട്ടിയതല്ലേ? അത് മനസ്സിലാക്കിയിട്ട് നീ ഒരു പാറ്റൻറ്റും പറയാതെ അങ്ങ് തുറന്നു വെച്ചേക്കൂ. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ മനുഷ്യനുള്ള അവകാശം അത് ഓപ്പനാക്കി ജനറലാക്കി ഇസ്ലാമിക രാഷ്ട്രം വെക്കുന്നു. ഇസ്ലാമിക് എമിറേറ്റ് നിലവിൽ വരുമ്പോൾ അവിടെ വിദ്യാഭ്യാസം കുത്തകച്ചരക്കാവുകയില്ല, ആകാൻ പാടില്ല. അതേത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ശരി, അതിനെ ഭൗതികമെന്നും മതപരമെന്നും അങ്ങനെയൊന്നും വേർതിരിക്കേണ്ട. അള്ളാഹു തുറന്നു തന്നിട്ടുള്ള വിദ്യാഭ്യാസം അത് പഠിപ്പിക്കാൻ പറ്റിയതാണോ, അതിൻ്റെ സർവീസ് ചാർജ് വാങ്ങിക്കോ. പക്ഷേ നീ അതിനെ ചരക്കാക്കി മാറ്റരുത്.
സിവിൽ മേഖലയിൽ ഇങ്ങനെ നാം കുറേ സഞ്ചരിക്കുമ്പോൾ അവസാനമായി നമുക്ക് പീനൽ കോഡ് അത് രംഗത്ത് വരും. എന്താണ് പീനൽ കോഡ് എന്ന് പറയുന്നത്? ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിമിനെയും മുസാലിമിനെയും രക്ഷിക്കാനാണ്. മുസ്ലിമിനെയും മുസാലിമിനെയും രക്ഷിക്കാനാകുമ്പോൾ അവിടെ ആ സ്റ്റേറ്റ് ഉറപ്പുവരുത്തുന്ന സുരക്ഷ, ഈ സുരക്ഷയ്ക്ക് ആഘാതമേൽപ്പിച്ചാൽ, സ്റ്റേറ്റ് പൗരന് നൽകുന്ന സുരക്ഷയ്ക്ക് ആരാണോ ആഘാതമേൽപ്പിക്കുന്നത് അവർക്ക് മാത്രം നൽകുന്നതാണ് പീനൽ. പീനൽ എന്ന് പറഞ്ഞാൽ തഴ്ഖീബ്, ശിക്ഷിക്കൽ, ഇഖാബ് നൽകൽ. ഈ പീനൽ എന്ന് പറയുന്നത് നിസ്കാരം പോലെ എല്ലാവർക്കും ഉള്ളതല്ല, നോമ്പ് പോലെ എല്ലാവർക്കും ഉള്ളതല്ല. അതൊക്കെ സിവിൽ മേഖലയിൽ നമുക്ക് പറയാനുള്ള ഇബാദത്തുകൾ. പീനൽ എന്ന് പറഞ്ഞാൽ മതം ഉറപ്പുവരുത്തുന്ന 6 കാര്യങ്ങളിൽ ആര് കൈവെക്കുന്നുവോ അയാളുടെ നേരെ മാത്രം തിരിയുന്നതാണ് ഈ പീനൽ എന്ന് പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രം സുരക്ഷ ഏറ്റെടുക്കുന്ന 6 കാര്യങ്ങൾ ഏതാണ്? 1 ഹിഫ്ലുദ്ദീൻ, നമ്പർ 2 ഹിഫ്ലുർ റൂഹ് അഥവാ ഹിഫ്ലുൻ നഫ്സ്, നമ്പർ 3 ഹിഫ്ലുൽ ഇർൾ, നമ്പർ 4 ഹിഫ്ലുൻ നസ്ൽ, നമ്പർ 5 ഹിഫ്ലുൽ അഖൽ, നമ്പർ 6 ഹിഫ്ലുൽ മാൽ. ഇതിൽ 5ഉം വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സുരക്ഷകളാണ്. ഒരെണ്ണം മാത്രമാണ് പുറത്തുള്ളത്, അത് മാലാണ്. ഹിഫ്ലുദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് വ്യക്തി കൊണ്ട് നടക്കുന്ന വിഷയമാണല്ലോ, ദീൻ. ഇസ്ലാമിക രാഷ്ട്രം ഇതാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ദീനിൻ്റെ സുരക്ഷ, ദീനിൻ്റെ സുരക്ഷ ഇസ്ലാം ഏറ്റെടുക്കുന്നു. മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണല്ലോ, അവൻ്റെ ശരീരത്തിനും റൂഹിനും അപകടം സംഭവിക്കരുത്. ഹിഫ്ലുൻ നഫ്സ് അഥവാ ഹിഫ്ലുർ റൂഹ് അത് ഏറ്റെടുക്കുന്നു. മൂന്നാമതായി മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അവൻ്റെ ആത്മാഭിമാനം, ഹിഫ്ലുൽ ഇർൾ. ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും മാനം മറ്റൊരാൾ പിച്ച് ചിന്തിക്കൂടാ. ആരെങ്കിലും പിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് നടത്തുന്നതിനെ തൊട്ടുള്ള സുരക്ഷ നിനക്ക് തരുന്നു പെണ്ണെ, നിനക്ക് തരുന്നു പുരുഷ, ഞാൻ ജാമ്യം. അതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്നത്. മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊന്നാണ് എന്ത്? അവനവൻ്റെ മേൽവിലാസ സുരക്ഷ എന്ന് പറയും. ഇസ്ലാമിക സ്റ്റേറ്റിൽ കഴിയുന്ന ഏതൊരു ആണിനും പെണ്ണിനും ഹു ആർ യു, നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നാലിന്ന പിതാവിൻ്റെ പുത്രനാണ് പുത്രിയാണ് എന്ന് പറയാൻ മൗലിക അവകാശമുണ്ട്. ആ അവകാശം നഷ്ടപ്പെടാൻ ഇടവരുന്ന പരിപാടി രാഷ്ട്രത്തിൽ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് അവിഹിത മാർഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം തടയുന്നത്. നാളെ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒരു വ്യക്തിയോട് നീ ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ മദറിൻ്റെ പേര് പറഞ്ഞു പിന്മാറുന്നു. എന്നാൽ അങ്ങനെയുള്ളൊരു ദുരന്തം
ഒരാണിനും ഒരു പെണ്ണിനും വരരുത്, തൻ്റെ മേൽവിലാസം സുരക്ഷിതമായിരിക്കണം. അതിനെന്തു ചെയ്യണം? അച്ഛൻ വ്യഭിചരിക്കാതിരിക്കണം, അമ്മ വിഭജിക്കാതിരിക്കണം. എങ്കിലേ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നയാളാണെന്ന് പറയാൻ കഴിയുള്ളൂ. അത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. അത് കേന്ദ്രം ഏറ്റെടുക്കുന്നു, ആ സുരക്ഷിതത്വം. ഇതാണ് ഹിഫ്ലുൻ നസ്ലി എന്നോ അല്ലെങ്കിൽ ഹിഫ്ലുൽ അസ്വാലത്ത് എന്നോ പറയുന്ന സുരക്ഷ. അതും മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കുന്ന കേസാണ്. അഞ്ചാമത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന ഒരു സുരക്ഷയുണ്ട്. അതാണ് ഹിഫ്ലുൽ അഖൽ എന്ന് പറയുന്നത്. ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും അള്ളാഹുവിനാലുള്ള ദാനമാണ് അവന് കൊടുത്ത അഖൽ എന്ന് പറയുന്നത്, വിശേഷ ബുദ്ധി. ഈ അഖലിൻ്റെ സുരക്ഷ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്, സ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുക. ആരുടെയും അഖലിന് അശേഷം പരിക്കേൽപ്പിക്കാൻ പാടുള്ളതല്ല. സ്വന്തവും അപരനെയും ഏൽപ്പിക്കരുത്. അവിടെ എത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പറയും കുല്ലു മുസ്കിരിൻ ഹറാം. MDM, ഹഷീഷ്, കഞ്ചാവ്, മദ്യം എല്ലാറ്റിൻ്റെ നേരെയും വാളോങ്ങും. കുല്ലു മുസ്കിരിൻ ഹറാം. ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം അഖലിനെ നശിപ്പിച്ചാൽ അവനിലെ അള്ളാഹുവിൻ്റെ ദാനത്തോട് കാണിക്കുന്ന പുറംതിരിഞ്ഞ് നിൽക്കലാണ്. മദ്യപിച്ചാൽ അവന് ഗവൺമെൻറ് നേരെ വിടൂല, 40 അടി പൊട്ടിച്ചു. തഴക്കീബ്, പീനൽ. സ്വന്തം അഖലിനെ ഭേദ്യം ചെയ്താൽ പീനൽ. മറ്റൊരാളുടെ വീട് കയറി, അതല്ല, ഇത് സ്വന്തം നഫ്സിൽ തന്നെ ചെയ്യുന്ന പീഡനമാണ്, ഭേദനം. ഈ കേട്ട 5ഉം മനുഷ്യഗാത്രത്തെ സ്പർശിക്കുന്ന വിഷയമാണെങ്കിൽ അവൻ്റെ ഖാരിജിലുള്ളൊരു വിഷയമാണ് മാലി എന്ന് പറയുന്നത്, ഹിഫ്ലുൽ മാൽ. അതും ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നൊരു കാര്യമാണ്. ആരുടെയും സ്വത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെടാനിടവരരുത്. അദ്ദേഹത്തിൻ്റെ നിളയോടുകൂടെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ക്യാഷ് പുറത്തു പോവരുത്. അപ്പോൾ അവിടെ എന്തു ചെയ്യും? ആ സുരക്ഷയുടെ ഭാഗമായിട്ട് ഗസ്ബ് ഹറാമാക്കും. വീണ് കിട്ടിയ സ്വത്തിനെ പരസ്യപ്പെടുത്താതെ ഒളിപ്പിച്ചു വെക്കൽ ഹറാമാക്കും. ആർക്ക് ഏത് ബസ്സിൽ നിന്നുകൊണ്ട് ഒരു കുട കിട്ടിയാലും ഒരു മൊബൈൽ കിട്ടിയാലും, കുടയ്ക്കാണ് എങ്കിൽ ചുരുങ്ങിയത് ഒരു 3 മാസം തന്നെയെങ്കിലും, മൊബൈലാണ് എങ്കിൽ ഒരു കൊല്ലം ഫുള്ളായിട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് അയാളിങ്ങനെ ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു കൊല്ലം വരെ. ഇത് ഏതിന് കൊടുത്ത സുരക്ഷയാ? ഇതിൻ്റെ മാലിക്കിൻ്റെ മാലിന് കൊടുത്ത സുരക്ഷയാണ്. ഒരിക്കലും നിൻ്റെ മൊബൈൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ആരുടെ കയ്യിൽ കിട്ടിയാലും അത് നിൻ്റെ കയ്യിലേക്ക് മടങ്ങിയെത്തുക തന്നെ ചെയ്യും. ആ കാര്യം നമ്മളേറ്റ്. ഇനി ആരെങ്കിലും മോഷിച്ചാലോ അവനെയും മാലിന്മേൽ കൈവച്ചതിൻ്റെ പേരിൽ അവിടെയാണ് കൈമുറി എന്ന് പറയും. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഒരു രണ്ടാമത്തെ വർക്ക് മാത്രമാണ് പീനൽ എന്ന് പറയുന്നത്. അത് വളരെ കുറഞ്ഞ പേര് മാത്രമേ ഈ 6 ഹിഫ്ലിന് ഭംഗം വരുത്താൻ മുന്നോട്ട് വരുള്ളൂ. വളരെ തുച്ഛാളികളല്ലയോ കുറ്റകൃത്യം ചെയ്യുള്ളൂ. അവരുടെ മേലെ പ്രയോഗിക്കാൻ മാത്രമുള്ളതാണ് ഈ പീനൽ എന്ന് പറയുന്നത്. സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള പീനൽ. നേരെ വാ നേരെ പോ എന്ന നിലയ്ക്ക് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരൊന്നാന്തരം സ്വർഗരാജ്യമാണ്, ഭൂമിയിലെ സ്വർഗരാജ്യമായിരിക്കും. കണ്ടില്ലേ നിങ്ങൾക്ക്, ആദിവാസിക്ക് പോലും കമ്പിളി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഏത് മലമുത്തനാണ് എങ്കിലും അദ്ദേഹത്തിന് 3 നേരമെങ്കിലും ആഹാരം
വീട്ടിലെത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് വിടുവായുത്തമാണ് എന്ന്? അല്ല, വിടുവായുത്തമല്ല. ഖലീഫയാകുന്നതിന് മുമ്പ് രാത്രി സന്ദർഭങ്ങളിൽ ഉറങ്ങുമായിരുന്ന ഉമർ എന്നവർക്ക് 10 വർഷക്കാലം രാത്രി സന്ദർഭത്തിൽ പഴയ പോലെ ബെഡിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നാരാ പറയുന്നത്? അതാരാ പറയുന്നത്? അത് പറയുന്നത് മഹാത്മാഗാന്ധി പറയും, വേണമെങ്കിൽ ടോൾസ്റ്റോയ് പറയും, ഇമ്മാനുവൽ കാന്റ് പറയും, മുട്ടത്ത് വർക്കി പറയും, ഇംഗർസോൾ പറയും, തോമസ് പെയിൻ പറയും. ആരാ വേണ്ടത്? എല്ലാവരും ഇത്തിഫാക്കായി പറയും 10 വർഷക്കാലം ഉമർ റളിയല്ലാഹുവിന് രാത്രി സന്ദർഭത്തിൽ നേരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തിൻ്റെ പേരിൽ? വിടുവായിത്തമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ റൂളറുടെ നിലപാടതാണ്. മഹാനവറുകൾ ഇറങ്ങി നടക്കുകയാണ്. പട്ടിണി കിടക്കുന്ന വീടുകളുണ്ടോ? അത് മലമുത്തനായിരുന്നാലും ശരി, ആദിവാസിയായിരുന്നാലും ശരി. വിശപ്പിൻ്റെ പേരിൽ ഉറങ്ങാത്ത കുഞ്ഞുങ്ങളുണ്ടോ? ഇതറിയുന്നതിന് വേണ്ടിയാണ് ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇതൊരു വിടുവായിത്തമല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നാം പറയുന്ന ഇസ്ലാമിക് ശരീഅത്ത് പ്രകാരമുള്ള ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗരന്മാർ അവിടെ ഒരു സ്വർഗീയ ഭൂമിയിലെ സ്വർഗമായിട്ടാണ്. അത് ഉമർ എന്നവർ കാണിച്ചിട്ടുണ്ട്, ഉസ്മാൻ എന്നവർ കാണിച്ചിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു കാണിച്ചിട്ടുണ്ട്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു നടക്കുന്ന വിഷയമാണ്, ഉട്ടോപ്പിയ അല്ല. അപ്പോൾ പിന്നെ വർത്തമാനകാലത്ത് 140 കോടികൾ, അതിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന 100 കോടിയോ 125 കോടിയോ അല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ജനത, ഒരു 6 കോടി ജനത അല്ലെങ്കിൽ 6.5 കോടി ജനത ഒറ്റയടിക്ക് ഈ 100 കോടി മുസ്ലിങ്ങളെ ജിഹാദികൾ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല 650 കോടിയും അങ്ങനെ പറയുന്നില്ല. പക്ഷേ പൊതുവെയുള്ള ഒരു ധാരണ, അമുസ്ലിംസ് എല്ലാം മുസ്ലിംസിനെ കാണുന്നത് ഇവർ ജിഹാദികളാണ്, ഇവർക്ക് ആകെ കൂടി അറിയാവുന്നത് 47 അതുമാത്രമാണ് അറിയാവും കഴിയുന്നത്. റിവോൾവർ മാത്രമേ അവർക്കറിയുകയുള്ളൂ, തോക്ക് മാത്രമേ അവർക്കറിയുള്ളൂ, സ്വയം പൊട്ടിത്തെറിക്കുന്നത് മാത്രമേ അവർക്കറിയുള്ളൂ. ഇത് വെറും ജിഹാദി കമ്മ്യൂണിറ്റിയാണ് എന്ന ഒരു വിചാരിക്കലോ പ്രചരിപ്പിക്കലോ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വായിച്ചത് തുടക്കത്തിലൊരായത്ത് ഞാൻ ഓതി എന്നല്ലാതെ ബാക്കി മുഴുവനും ഞാൻ ചെയ്തിട്ടുള്ളത് ആ ആയത്തുകളെയും ഹദീസുകളെയും എന്താണ് അതിൽ പറഞ്ഞത് എന്ന് നിർദ്ധാരണം ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തന്ന ഫുഖഹാഇൻ്റെ ഇബാറത്താണ് ഇവിടെ വായിച്ചതെല്ലാം. ഇതു ചെയ്യാതെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും പൊരുൾ എന്താണ് എന്ന് ഫുഖഹാ പറഞ്ഞത് ചെവി കൊടുക്കാതെ മുറിവൈദ്യന്മാരായി ചില ആളുകൾ രംഗപ്രവേശം ചെയ്തതിൻ്റെ തിക്തഫലമാണ് ലോകത്തിന് ഈ തെറ്റിദ്ധാരണയുണ്ടായത്. അത് ISIS ദായിഷ് ആയാലും ശരി, ജയ്ഷെ മുഹമ്മദ് ആയാലും ശരി, കഴിഞ്ഞുപോയ സമയത്തോ വർത്തമാന സമയത്തോ ഉള്ള ആരൊക്കെ ആയിരുന്നാലും ശരി, അവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സാക്ഷാൽ മുറിവൈദ്യന്മാരായി കടന്നു വന്നു എന്നതിൻ്റെ തിക്തഫലമാണ്. എന്നാൽ ആ മുറിവൈദ്യന്മാർ ഒന്നൊന്നൊന്നായി യമപുരിക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു.
അപ്പോഴും വേറെ ചില മുറിവൈദ്യന്മാർ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മുറിവൈദ്യന്മാരെ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ശരി പൊങ്ങാൻ അനുവദിക്കാതെ എന്താണ് ഇസ്ലാമിക് ഭരണരീതി എന്ന് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവർ ഇസ്ലാമിക് റൂളിങ്ങിൻ്റെ തനി ചിത്രം ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നിർദ്ധാരണം ചെയ്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമുണ്ടാവില്ല, സുഗമമായി മുന്നോട്ട് പോകാവുന്നതാണ്. മുഗൾ ചക്രവർത്തിമാർക്ക് ഒരു 700 കൊല്ലക്കാലം ഭരിക്കാൻ സാധിച്ചിരുന്നത് മാക്സിമം പരമാവധി അവർ ഹനഫി ഫുഖഹാഇൻ്റെ ആ ഒരു അറിയിപ്പനുസരിച്ചുകൊണ്ട് ഭരിച്ചു എന്നതുകൊണ്ടാണ്. ആലംഗീർ കേട്ടുകാണും. 700 കൊല്ലക്കാലം ഇന്നത്തെ പോർത്തുഗീസും സ്പെയിനിൻ്റെ ഭാഗവും അടങ്ങിയ ഉന്തുലേഷ്യ കൊണ്ടു നടക്കാൻ സാധിച്ചത് അതും തന്നെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ രാഷ്ട്രീയ മീമാംസ അഥവാ ഇസ്ലാമിക് പൊളിറ്റിക്സ് അന്നത്തെ ഭരണകൂടം ഫോളോ ചെയ്തതിൻ്റെ പേരിലാണ്. എവിടെ ഈ നിർദ്ധാരണ പരിപാടി വേണ്ടെന്ന് വെക്കലുണ്ടാകുമോ അഥവാ മുറിവൈദ്യന്മാരാകുക എന്നതുണ്ടാകുമോ അപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് സംജാതമാവുക. അപ്പോൾ വർത്തമാന സമയത്തെ തെറ്റിദ്ധാരണ എങ്ങനെ വന്നു എന്നുള്ളതും ആ തെറ്റിദ്ധാരണ പ്രകാരമുള്ളതും നീങ്ങിക്കിട്ടാൻ എന്താണ് പരിഹാരമാർഗമെന്നും ഈ സമയത്ത് നാം മനസ്സിലാക്കുകയുണ്ടായി. ശരീഅത്ത് ഈ കേൾക്കുന്ന എല്ലാ അപരാധങ്ങളിൽ നിന്നും ബരീഅത്താണ്. ശരീഅത്തിൻ്റെ കൈ തുറന്ന കൈകളാണ്, വിത്ത് ഓപ്പൺ ആംസ്. ശരീഅത്തിൽ തീരെ കറയില്ല. ശരീഅത്തിൻ്റെ കൈകൾ ശുദ്ധമാണ്, അത് സ്വാഗതാർഹമാണ്. എന്തെല്ലാമോ സന്യാസത്തിൻ്റെയും ഫിലോസഫിയുടെയും ഓരോ പാർട്ടുകളും ഇഴകീറി അവലോകനം ചെയ്ത ഗാന്ധിജി, ഞാൻ ഇന്ത്യ രാജ്യത്തിന് ഒരു രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഖലീഫ ഉമറിൻ്റെ പൊളിറ്റിക്സാണ് എന്ന് പറയാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് വിചാരിച്ചുകൂടെ ഇന്ന് ഈ തെറ്റിദ്ധാരണ ശരീഅത്തിന് വരെ വന്നുവെങ്കിൽ ശരീഅത്ത് ഓപ്പൺ ആംസ് തുറന്ന കൈകളുമായിട്ടാണ്, അതിൽ കറയൊന്നുമില്ല. അല്ലെങ്കിൽ ഗാന്ധിജി അത് പറയില്ലല്ലോ. അപ്പം ആരാണ് കറ പുരട്ടിയത്? ആരാണ് കറുത്ത ചായം പുരട്ടിയത് ഈ കമ്മ്യൂണിറ്റിയുടെ മുകളിൽ? അത് മുറിവൈദ്യന്മാരാണ്. അവരെ വളരാൻ വിടാതിരുന്നാൽ യാതൊരു സംശയവുമില്ല, കമോൺ ആ ഗാന്ധിജി പറഞ്ഞതുപോലെ ശരീഅത്തിൻ്റെ നേരെ നോക്കിയിട്ട് എല്ലാവരും പറയും, ഒന്ന് വരൂ, ഒന്നിങ്ങ് വരൂ, ഒന്ന് ഇവിടെ ഞങ്ങളുടെ ഭരണമൊന്ന് ഏറ്റെടുക്കൂ, നിങ്ങളതൊന്ന് ഭംഗിയായി കൈകാര്യം ചെയ്യൂ എന്ന് മാടി വിളിക്കുന്ന ചുറ്റുപാടുണ്ടാകുന്നത്. യാതൊരു സംശയവുമില്ല. അതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥയുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഉസ്താദന്മാരെല്ലാം ഇവിടെയുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ മനസ്സിലാക്കൽ മാത്രം ആണ് ഇപ്പോൾ നാം നടത്തിയിട്ടുള്ളത്. ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.